ട്രക്കിംഗ് എങ്ങനെ ഉണ്ടായിനി? സൂപ്പർ ഉണ്ടായിനാ? എപ്പടി ഇருக்கு? ഫുള്ള് കലങ്ങി. ഹലോ, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മൂകാംബികയിലെ രാവിലെ മൂകാംബിക പോയി ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കുടജാദ്രി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ മൂകാംബികയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം ഒന്ന് പോയിട്ട് കണ്ടിട്ട് വാ കേട്ടോ. അപ്പോഴേക്കും കുടജാദ്രി പോകാനുള്ള ജീപ്പെത്തി. ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ ദൂരമാണ് കേട്ടോ ഉള്ളത്. ഒരു സമയം ഒരു ജീപ്പിൽ ഏകദേശം 8 പേർക്കാണ് പോകാൻ പറ്റുന്നത്. ഒരാൾക്ക് ജീപ്പിന് വേണ്ടിയിട്ട് 400 രൂപയും പിന്നെ അവിടെ ചെക്ക് പോസ്റ്റിന് 70 രൂപ, അങ്ങനെ 470 രൂപയാണ് പെർ ഹെഡ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇനി മൂകാംബിക പോകുന്നവരുണ്ടെങ്കിലും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥലം വരുന്നത്. പിന്നെ ഷിമോഗ ഡിസ്ട്രിക്റ്റിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് ഈ കുടജാദ്രി മലയാണ്. നമ്മൾ കുറച്ചും കൂടി ദൂരത്തേക്ക് പോകുന്ന സമയത്ത് ഒരു ഫോറസ്റ്റ് ഏരിയ ആട്ടോ വരുന്നത്. അവിടെ പോകുന്ന സമയത്തെല്ലാം റോഡ് സൈഡിലെല്ലാം കുരങ്ങളെല്ലാം കാണുന്നുണ്ട്. ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുന്നേ എന്തെങ്കിലും കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ വെള്ളം നമുക്ക് കൊണ്ടുപോകണമെങ്കിലോ വാങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്തു തരും. ഇവിടെ ചെക്ക് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്ക് 70 രൂപ എന്ന തോതിൽ ഇവർ ചാർജ് ഈടാക്കും. പിന്നെ നമ്മളെ ഡീറ്റെയിൽസ്, നമ്മളെ പേരും ഫോൺ നമ്പറും നമ്മൾ സൈനും ഇവിടെ ചെയ്തു കൊടുക്കണം. പിന്നെ നമ്മളെ കയ്യിൽ ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ എണ്ണവും അവിടെ കൊടുക്കണം. പിന്നെ ഡെപ്പോസിറ്റായിട്ട് അവിടെ 100 രൂപയും കൊടുക്കണം. തിരിച്ചു വരുന്ന സമയത്ത് ആ ബോട്ടിൽ അവിടെ കാണിച്ചിട്ട് ഡെപ്പോസിറ്റ് എത്രയാണോ കൊടുത്തത് അത് നമുക്ക് തിരിച്ചു തരും. നമ്മൾ ഇത്രയേരം നല്ല നിരപ്പായ റോഡിലാണ് വന്നതെങ്കിൽ ഇനി നമ്മൾ പോകുന്നത് ഓഫ് റോഡിലാണ്. ഇനി ഫുള്ള് ഷേക്കിംഗ് ആയിരിക്കും ക്യാമറ മൊത്തം. ആദ്യം സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ വിചാരിച്ചു ഇത്രയേ ഉള്ളൂ, നിസാര ഓഫ് റോഡല്ലേ എന്ന് വിചാരിച്ചു. മുകളിലോട്ട് കയറി പോകും തോറും അത്രയും കല്ലിൻ്റെ മേലെ കൂടിയാണ് പോകുന്നത്. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ ഈ ജീപ്പ് ഓടിക്കാൻ വേണ്ടി പറ്റും. അയാൾ സ്റ്റെയറിങ്ങെല്ലാം തിരിക്കുന്നത് തിരിയണ്ടാ. മെല്ലെ എന്നുള്ളൊരു വാക്ക് അയാളെ നിഘണ്ടുവിലില്ലാന്ന് തോന്നും, അത്രയ്ക്ക് സ്പീഡിലാണ് പോയേ. ബേക്കിലിരുന്ന നമ്മളെ അവസ്ഥ നമ്മൾ വിചാരിച്ചു ഇനി 2 ദിവസം റെസ്റ്റ് ചെയ്യുന്നൊക്കെ ബെഡ് റെസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു. ഈ ജീപ്പിൽ നിന്ന് ക്യാമറ പിടിക്കൽ എന്ന് പറയുന്നത് തന്നെ റിസ്ക്കാണ്, അത്രക്കും ഷേക്കായിരുന്നു. പിന്നെ നല്ലോണം വയസ്സായ ആൾക്കാർ, പിന്നെ അസുഖങ്ങൾ ഉള്ളവർ, ഇവരെല്ലാം സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ ബോഡി പെയിൻ നല്ലപോലെ ഉണ്ടാവും, നല്ല ബോഡി ഷേക്കാവും. പിന്നെ പൊടി ഉണ്ടതുകൊണ്ട് ശ്വാസമുട്ടലെല്ലാം ഉള്ളവർക്ക് സൂക്ഷിച്ച് വരേണ്ട സ്ഥലമാണ്. ഇവിടെ ഒരു ജീപ്പിൻ്റെ ടയറും പൊട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇത്രയും കുലുക്കവും ബഹളവും ഇവിടെ ഉണ്ടായിട്ട് ഒന്നും അറിയാത്ത പോലെ കിടന്നുറങ്ങുന്ന ഒരാളെ കണ്ട നൈനു. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഇവിടം വരെ ജീപ്പ് വരുള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ ഒരു 2 കിലോമീറ്റർ നമ്മൾ നടന്ന് കയറാനുണ്ട്. റിയാക്ഷൻ പറ, എപ്പടി ഇருக்கு? ഫുള്ള് കലങ്ങി. എങ്ങനെയുണ്ട്? എനിക്ക് എങ്ങനെ സാധിക്കുന്നു നൈനോ അങ്ങനെ ഉറങ്ങാൻ? കാണാതെ പോയത് തിരിച്ച് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ തിരിച്ചിറങ്ങുന്നവരെ ഈ ജീപ്പ് ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇവിടെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇവിടെ എൻട്രി ടൈം എന്ന് പറയുന്നത്. നമുക്ക് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറാണ് അവർ അലോ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ചാർജ് നമ്മൾ കൊടുക്കണം. അയ്യോ സൂപ്പറായിട്ട് കേട്ടോ. ജീപ്പ് ഇറങ്ങിയ ശേഷം ആദ്യം ഇവിടെ തൊഴുതിട്ട് വേണം മല കയറാൻ വേണ്ടിയിട്ട്. മൂകാംബിക ദേവിയുടെ മൂലക്ഷേത്രം എന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. മുഖാസുരൻ എന്ന അസുരനെ വധിച്ചിട്ട് മൂകാംബിക ദേവി ആയുധം ഉപേക്ഷിച്ച സ്ഥലത്താണ് മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ തൊട്ടടുത്തായി കാലഭൈരവൻ്റെ ക്ഷേത്രമുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നാഗതീർത്ഥമുണ്ട്. ഇതെല്ലാം കടന്നിട്ട് വേണം നമുക്ക് മല കയറാൻ വേണ്ടിയിട്ട്. കുടജാദ്രി മല കയറാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഒന്നുകിൽ രാവിലെ ആയിരിക്കും, അല്ലെങ്കിൽ വൈകുന്നേരം ആയിരിക്കും. ഉച്ചക്കെല്ലാം പോകുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും. ഇനി ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട് സർവജ്ഞ പീഠത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മേലെ കയറി നടക്കുമ്പോൾ സൈഡിലായിട്ട് ഒരു ക്ഷേത്രവും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നല്ല ശുദ്ധമായ കുളവും കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാഗതീർത്ഥം. ഇതിൽ മീനൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളം കൂടിയാണിത്. പിന്നെ അതിൻ്റെ അപ്പുറത്തെല്ലാമായിട്ട് കുറേ ബിൽഡിങ്ങെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കെല്ലാവർക്കും കൂടി ഒരേ ഒരു ലക്ഷ്യം, ഈ കുന്ന് എങ്ങനെയെങ്കിലും കയറണം. അങ്ങനെ നൈനൂൻ്റെ അവിടുന്ന് ഒരു വടി കിട്ടിയിട്ടുണ്ട് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ സൈഡിലൊക്കെ ആയിട്ട് അങ്ങനത്തെ വടി കിട്ടും കേട്ടോ. നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. കൂടുതലും കുറച്ച് പ്രായമുള്ളവരായിരിക്കും ഇതിൽ പോകുന്നത്.
നമ്മൾ ജീപ്പ് ഇറങ്ങിയെടുത്തുനിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. ജ്ഞാനപീഠത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 2 കിലോമീറ്റർ നടക്കണം. പിന്നെ നമ്മൾ മല കയറുമ്പോൾ ചോദിക്കുമായിരുന്നു എത്താറായില്ലേന്ന്. അതേ ചോദ്യം നമ്മൾ ഇറങ്ങുമ്പോഴും കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയും കുറേ ഉണ്ടോ. എല്ലാവരും ഒന്നിച്ച് കയറുമ്പോൾ വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തും അങ്ങനെ എല്ലാവരും ഒന്നിച്ച് കയറുന്ന സമയത്ത് അങ്ങനെ ഡിഫിക്കൽട്ടായിട്ടൊന്നും തോന്നിയില്ല. താഴോട്ട് നോക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. നമ്മൾ വരുന്ന സമയത്ത് കോടയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കയറി വന്ന് ആ വലിയ മലയിലെ മുകളിൽ കാണുന്നതാണ് സർവജ്ഞ പീഠം. ശങ്കരാചാര്യർ തപസ്സിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സർവജ്ഞ പീഠമാണിത്. ഇതിനകത്ത് ശങ്കരാചാര്യരുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ കണ്ണടച്ചിരുന്നാൽ നല്ല ആശ്വാസം കിട്ടും. ഇത്രയും മല കയറി വന്നതിൻ്റെ ഒരു ക്ഷീണവും നമുക്ക് തോന്നില്ല. ഇതിനപ്പുറത്ത് കാണുന്ന ഗേറ്റ് കണ്ടോ, ആ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചിത്രമൂല ഗുഹ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റില്ല, ക്ലോസ്ഡ് ആണ്. നമുക്ക് കൂടുതൽ സമയമൊന്നും അവിടെ നിൽക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ലേറ്റാവും, താഴെ എത്താൻ ലേറ്റാവും. പിന്നെ എക്സ്ട്രാ ഫീസ് നമ്മൾ ചാർജ് ചെയ്യണം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇനി ആരെങ്കിലും മൂകാംബികയിൽ വരുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാണ്ട് പോകേണ്ട ഒരു സ്ഥലമാണ് കുടജാദ്രി എന്ന് പറയുന്നത്. നമ്മളെ കൂടെ അച്ഛനമ്മയെല്ലാം ഇല്ലതുകൊണ്ട് തന്നെ മല ഫുള്ള് കയറാൻ പറ്റുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നന്നായിട്ട് കയറാൻ പറ്റി. ബോഡി പെയിനോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ ജീപ്പ് ഇറങ്ങിയ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തി കേട്ടോ. നൈനു, ട്രക്കിങ് എങ്ങനെ ഉണ്ടായിനി? സൂപ്പർ ഉണ്ടായിനാ? ഇനി പോകുമ്പോൾ ഉറങ്ങുവാ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ട്രക്കിംഗ് വിശേഷങ്ങൾ. അപ്പോൾ അടുത്തത് നമ്മൾ മുരുടേശ്വരം പോകുന്നതാണ്. അപ്പോൾ മുരുടേശ്വരത്തെ വിശേഷങ്ങളായിട്ട് വരാം. ഓക്കെ, ബൈ.